പൈസ എന്ന് പറഞ്ഞ വസ്തുവിന് മനുഷ്യൻ ഒരിക്കലും ആർത്തി തീരില്ല. നിങ്ങൾ എന്നും ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഒരു മാസ ശമ്പളത്തിന് വർക്ക് ചെയ്തിട്ട് അരിഷ്ടിച്ച് തട്ടിമുട്ടി ജീവിച്ചാൽ മതിയോ? ഡിജിറ്റൽ ബിസിനസ് എന്ന് കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു സംഭവമാണ്. ഡിജിറ്റൽ ബിസിനസ് കോച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സംഭവം ആയിട്ട് നിങ്ങൾക്കൊരു പദവി കിട്ടുന്നു. MBA കഴിഞ്ഞ ആൾക്കാർ ഓൺ സൈറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യുവാണത്ര. ഈ പിള്ളേരുകളെല്ലാം നമ്മൾ പറഞ്ഞ വാരമാണിത്. ഇതിങ്ങനെ കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം. അയാൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇയാൾക്ക് ഈ കമ്പനി അറിയേണ്ട, ഒരിടത്ത് ഇയാൾ കാണുന്നില്ല, ഈ പ്രൊഡക്റ്റ് ഇയാൾ കൈകൊണ്ട് തൊടുന്നു പോലുമില്ല. ട്രഡീഷണൽ ബിസിനസ് വേഴ്സസ് എന്താണ് ഈ പറഞ്ഞ സ്കീമുകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് ഡിജിറ്റൽ ബിസിനസ് സ്കാം എന്ന് പറയുന്നത്? ഇഷ്ടംപോലെ മലയാളികളും മറ്റുള്ള മറുരാജ്യക്കാരും പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്കാമിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചു. ഹലോ ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചേറെ വീഡിയോകൾ നമ്മൾ വിശദമായിട്ട് പറയാൻ ശ്രമിച്ചു. എന്താണ് ഡിജിറ്റൽ ബിസിനസ് സ്കാം എന്ന് പറയുന്നത്? ഇഷ്ടംപോലെ മലയാളികളും മറ്റുള്ള മറുരാജ്യക്കാരും പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്കാമിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചു. ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ അപ്പാവി വീട്ടമ്മയായിട്ട് വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല. ഇവർക്ക് വേണ്ടത് പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. നിങ്ങളൊരു പ്രൊഫഷണലിനകത്ത് വർക്ക് ചെയ്യുന്ന, ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരെയും കോൺടാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ പൊട്ടൻഷ്യൽ ക്ലയൻ്റ് ആണ്. അതുപോലെ ഇവർ നിങ്ങളുടെ പുറകെ വന്ന് ക്യാൻവാസ് ചെയ്യുമല്ല. ക്യൂനെറ്റോ മറ്റുള്ള മണിച്ചീൻ മാർക്കറ്റിംഗ് മെത്തേഡുകൾ പോലെ ഇവർ നിങ്ങളുടെ പുറകെ വന്ന് ക്യാൻവാസ് ചെയ്യില്ല. നിങ്ങളാണ് ഇവരുടെ ആഡ് കണ്ട് ഇവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ക്ലയൻറ്റായി മാറുന്നത്. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് ഇവർക്കെതിരെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിജിലൻസ്, തലയ്ക്കകത്ത് മൂള വിവേകം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 2 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ നടക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ പെട്ടുപോകുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ആർത്തിയെ, വിശപ്പാണിത്, മനസ്സിലായി, കൂടുതൽ വേണം എന്നുള്ള വിശപ്പാണ് ശരിക്കും നിങ്ങളെ ജ്വലിപ്പിക്കുന്നത്. അതെന്നും അങ്ങനെയാണ്. പൈസ എന്ന് പറഞ്ഞ വസ്തുവിന് മനുഷ്യൻ ഒരിക്കലും ആർത്തി തീരില്ല. ഇതിങ്ങനെ കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള വരുമാനം എനിക്കൊന്നും തികയുന്നില്ല, ഇച്ചിരിയോടെ എന്തെങ്കിലും ചെയ്യണം, എക്സ്ട്രാ ഒരു ഇൻകം വേണം, പാസീവ്, ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും എനിക്ക് വേറൊരു ഇൻകം കിട്ടുന്ന സെറ്റപ്പ് ഉണ്ടാകണം, കൂടുതൽ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിന് വേറൊരു എക്സ്പ്രഷൻ എനിക്ക് പറയാനില്ല. ഇത് തെറ്റാണോ ശരിയാണോ, ദാറ്റ്സ് അപ് ടു യു. ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ശരിയാണെങ്കിൽ ഓക്കെ, യു ജസ്റ്റ് കണ്ടിന്യൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു വസ്തുവാണ് എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ട്രഡീഷണൽ ബിസിനസ്, ഏത് ബിസിനസ്സുകൾക്കകത്തും വർക്ക് ചെയ്യുന്നത് ലാഭം എടുക്കുക എന്നുള്ള ഒറ്റ ബേസിക് തത്വം മാത്രമാണ്. ഇവരും ചെയ്യുന്നത് ലാഭം എടുക്കുക മാത്രമാണ്. അതിൽ നിങ്ങളെ കൂടെ പങ്കാളികളാക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ആ ലാഭം വേണോ വേണ്ടയോ? നിങ്ങളിപ്പോൾ വെറുതെ ഒരു നേഴ്സായിട്ട് അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കെയറായിട്ട് അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ കീഴിൽ ഒരു മുതലാളിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുവാണല്ലേ. എവിടെയാണെങ്കിലും ഒരു എംപ്ലോയർ ഉണ്ട്, ആ എംപ്ലോയർക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നും ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഒരു മാസ ശമ്പളത്തിന് വർക്ക് ചെയ്തിട്ട് അരിഷ്ടിച്ച് തട്ടിമുട്ടി ജീവിച്ചാൽ മതിയോ? അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വേറൊരു രാജ്യത്ത് വന്നത്. അത് വേറൊരു കോമഡി. ഞാൻ കണ്ടിട്ടുള്ള മൊത്തം ന്യൂസിലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, UK അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ, വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഇതിന് പുറകെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കാമാണിത്. അതുകൊണ്ട് ആദ്യമേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ലാത്തവർക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ല. അങ്ങനെയുള്ള ആൾക്കാരതിനകത്ത് വന്ന് ഇറങ്ങുകയും പെടുകയും ചെയ്യുന്നത്. ചിലർ പെട്ടു, ചിലർ പൈസ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സോ എനിക്കിതിനെ ധർമ്മവും നഷ്ടവും സ്നേഹവും സത്യവും ചാരിത്രവും ഒന്നും പറയാൻ ഞാൻ ആളല്ല, ഞാൻ തയ്യാറുമല്ല അതിന്. നിങ്ങളാണ് നിങ്ങളുടെ കൈകൾ എന്തുമാത്രം ഏത് ശുദ്ധി കൂടെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് ഇറങ്ങാതിരിക്കാം, അപ് ടു യു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോകൾ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഇത് അവർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ഇതുപോലത്തെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെയും പോയി ഇറങ്ങുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ സംശയം. ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ, എന്താണ് നിങ്ങൾക്ക് ബിസിനസ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഡിജിറ്റൽ ബിസിനസ് എന്ന് കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു സംഭവമാണ്. ഡിജിറ്റൽ ബിസിനസ് കോച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സംഭവം ആയിട്ട് നിങ്ങൾക്കൊരു പദവി കിട്ടുന്നു. ആര് തന്ന പദവി? ആരാണ്? സുഭദ്രയും ചിറ്റപ്പൻ്റെ അമ്മാവനോടെ കൂടിയുള്ള ട്രസ്റ്റിനകത്തിരിക്കുന്ന പറയുന്നത്, നാളെ രാവിലെ മുതൽ നീ കങ്കാണി, നാളെ കഴിഞ്ഞ് രാവിലെ മുതൽ നീ കാര്യസ്ഥൻ, അതിൻ്റെ അടുത്ത ദിവസം മുതൽ നീ മാനേജർ. പണ്ട് നമ്മൾ ഈ സേവനയുടെയൊക്കെ സംഭവം പറയും. വീട്ടിൽ കൂടി ഈ ഉപ്പും പൊടിയും കൊണ്ട് വിൽക്കുന്ന പിള്ളേരെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഡിക്ഷണറി വിൽക്കാൻ പറ്റുന്ന പിള്ളേരെ ഓർക്കുന്നുണ്ടോ? അത് തന്നെ സാധനം. അത്തരം അതിനകത്ത് ആരാണ്? അവരെന്തിനാ പണി ചെയ്യുന്നത്? MBA കഴിഞ്ഞ ആൾക്കാർ ഓൺ സൈറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യുവാണത്ര. ഈ പിള്ളേരുകളെല്ലാം നമ്മൾ പറഞ്ഞ വാരമാണിത്. ഒന്ന് ചിന്തിച്ച് നോക്കി, അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ വിചാരിക്കുന്നത് ബിസിനസ് പഠിക്കുന്നത് ഇങ്ങനെയാണെന്നാണ്. അല്ലെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത്, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾ പഠിച്ചത് മാർക്കറ്റിംഗ് ബിസിനസ്സുമാണ്. ആ ബിസിനസ് എങ്ങനെ ഫ്ലോർ ചെയ്യണം നിങ്ങളിപ്പോൾ നേരിട്ട് സാധനങ്ങൾ, പ്രൊഡക്റ്റുകൾ കൊണ്ടുനടന്ന് സെല്ല് ചെയ്ത് പഠിക്കുന്നു എന്നാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുക, അതിന് മുകളിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ മാനേജറാകും, അസിസ്റ്റൻറ്റ് മാനേജറാകും എന്നൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന ഓഫർ. ഈ പിള്ളേരുകൾ എത്ര പേര് വീണ്ടും നിങ്ങളെ കണ്ടിട്ടുണ്ട്? ഇതിൽ എത്ര പേര് മാനേജറായി? അതോ 20 പേര് ഒരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ അവരെല്ലാം അടുത്ത 6 മാസം കഴിയുമ്പോഴത്തേക്കും മാനേജറായി മാറുവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഇവരെല്ലാം ഈ പണി ഇട്ടച്ച് പോകും. കുറച്ച് കഴിയുമ്പോൾ അതിനകത്തെ പറ്റിയിട്ട് മനസ്സിലാവും.
ഒരു 300 രൂപ മാത്രം വിലയുള്ള സാധനം നമ്മുടെ വീട്ടിൽ വന്ന് കയ്യും കാര്യം പിടിച്ച് കെഞ്ചി ആ 500 രൂപയ്ക്ക് വാങ്ങിപ്പിച്ചിട്ട് 200 രൂപ എക്സ്ട്രാ വാങ്ങിക്കുകയും ഇവന്മാർക്ക് അതിന് 5 പൈസ എടുക്കാൻ പറ്റത്തില്ല. ഇത് ഈ മുതലാളിക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വേറൊരിടത്തും കിട്ടത്തില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവന പോലത്തെ ഇങ്ങനെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വഴി വരുന്ന സാധനങ്ങൾ വേറൊരിടത്തും കിട്ടത്തില്ല. അവരുടെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ പരസ്യത്തിൻ്റെ സംഭവങ്ങളില്ല, വേറെ വരുമാനങ്ങളുടെ കഥകളൊന്നും പറയുന്നില്ല, വേറൊരിടത്ത് ഈ മാനുഫാക്ചർക്ക് നഷ്ടമൊന്നുമില്ല. ഒരു കമ്പനിക്ക് എങ്ങനെ കൊടുത്തിരിക്കുന്നു, ആ ഓരോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് കമ്പനിക്ക് ഒരു കമ്മീഷൻ കിട്ടുന്നു അല്ലേ? ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലൊക്കെ ഏറ്റവും വ്യാപകമായിട്ടുണ്ടാകുന്ന ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചൂഷണമാണ്, ഒരു തൊഴിൽ ചൂഷണമാണ് ഈ പറഞ്ഞ സംഭവം. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് മണി ചെയിനും അറിയാം. അതായത് നിങ്ങൾക്ക് ഒരു ഇത്ര പൈസ മുടക്കി നിങ്ങളുടെ ഒരു സ്കീമിൽ ചേരുന്നു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 പേരെ ചേർത്തിട്ട് കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പം അവിടെ ആ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവർ 2 പേരെ ചേർക്കുന്നു, അവരുടെയും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അവരും 2 പേരെ വെച്ച് ചേർക്കുന്നു, അതിൻ്റെയും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. ദാറ്റ്സ് മണി ചെയിൻ. ഇറ്റ്സ് എ പിരമിഡ് സ്കീം അല്ലേ? പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെ, പൈസ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 34 ലെവൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. 34 ലെവൽ കഴിയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനും ചേർന്ന് കഴിഞ്ഞു. പിന്നെ ആരെ ചേർക്കുമെന്ന് അറിയത്തില്ല. ഇതാണ് മണി ചെയിൻ. അതായത് RMB പോലത്തെ മണി ചെയിൻ അല്ലെ പിരമിഡ് സ്കീം എന്ന സംഭവം ഇതാണ്. ഇനി ഇതെല്ലാം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തോന്നും ഇത് എന്തിനെക്കുറിച്ച് ഈ പറയുന്നത്? വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ലൈക്ക് ട്രഡീഷണൽ ബിസിനസ് വേഴ്സസ് എന്താണ് ഈ പറഞ്ഞ സ്കീമുകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിരമിഡ് സ്കീമുകൾ എന്താണ്, MLM എന്താണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് പുറമേ നിൽക്കുന്നൊരു മനുഷ്യന് മനസ്സിലാകാത്ത പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന മെതേഡുകളാണ്. അത്രയാണ് ശരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. ട്രഡീഷണൽ ബിസിനസ് പറഞ്ഞാൽ എന്തുവാ? പരമ്പരാഗതമുള്ള ഒരു ബിസിനസ് പറഞ്ഞാൽ ഒരു കട, ഒരു ഫാക്ടറി, ഒരു മാനുഫാക്ചർ എവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അത് നമ്മളൊരു കടയാകാം, ഒരു സ്റ്റാളാകാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആകാം. ഒരു സാധനം വഴി നിങ്ങളത് ഒരു ഉടമ ഒരു പണം മുടക്കിയ ഒരു സാധനം ഉണ്ടാക്കുന്നു, അയാളത് കടകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നു, കടകൾ വഴി നിങ്ങളിത് വിൽക്കുന്നു. ഇതിനെയാണ് അല്ലെ ഉപഭോക്താവ് നേരിട്ട് വാങ്ങിക്കുന്നു. ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. ഇതിൽ ലാഭമില്ലേ? ഉപഭോക്താവിന് മുടക്ക് കാശ് കിട്ടി, അതിൻ്റെ ലാഭം കൂട്ടിയ ആളായ മാറിപ്പിട്ടിരിക്കുന്നത്, അയാൾക്ക് ആ കാശ് കിട്ടി. കട ഉടമ അത് സ്റ്റോക്ക് ചെയ്തിട്ട് വിൽക്കുന്നതിന് ലാഭമില്ലേ? അയാളും കൂട്ടി വിൽക്കുന്നുണ്ട്, 10 രൂപയോ അല്ലെ 15 പൈസയോ അയാൾ കൂട്ടി വിൽക്കുന്നുണ്ട്, അയാൾക്ക് ലാഭം കിട്ടി. ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. ഇത് ചെയ്യുന്നതിനകത്ത് തെറ്റ് വല്ലതും ഉണ്ടോ? തെറ്റുണ്ടോ ഇരുന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇങ്ങനെയാണ് ഇത് വിൽക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു. ഇതാണ് ഏറ്റവും ബേസിക് മോഡൽ. ഈ ബേസിക് മോഡൽ മനസ്സിൽ വെച്ചിട്ട് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാവുള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ ശ്രമിക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇത് നമുക്ക് സാധാരണഗതിയിൽ പരിചയമുള്ളൊരു വസ്തുവല്ല. നമ്മുടെ നാട്ടിൽ അത്രയും പരിചയമുള്ളൊരു വസ്തുവല്ല. സംഭവം എന്ന് പറഞ്ഞാൽ കമ്പനി ഒരിക്കലും നേരിട്ട് ഈ ടേം പറയുന്നില്ല ഒരിടത്തും. കമ്പനി നേരിട്ട് ഒരു ഉൽപ്പന്നം ആർക്കും തരുന്നില്ല. പകരം വ്യക്തികളുടെ നെറ്റ്വർക്കാണ് ഇത് മുഴുവൻ. ആമ്പയുടെ പോലത്തെ ഓർത്താൽ മതി. വ്യക്തികളൊരു നെറ്റ്വർക്കിനകത്ത് ഇറങ്ങുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനും മറ്റേ കൂട്ടുകാരുടെ കൂടി ഞങ്ങളിങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ നെറ്റ്വർക്ക് ഓരോരുത്തർക്ക് എനിക്ക് 50 കൂട്ടുകാരുണ്ട്, അവന് 100 കൂട്ടുകാരുണ്ട്, മറ്റവന് 500 കൂട്ടുകാരുണ്ട്. അപ്പം നെറ്റ്വർക്കിൻ്റെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിലെല്ലാം ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുന്നു. ഞാനിതിൻ്റെ ലാഭക്കണക്കുകൾ, ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ എന്താണ് ഇതിനകത്ത് ബെറ്ററായിട്ട് മറ്റുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ബെറ്ററായിട്ട് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ആൾക്കാർക്ക് മനസ്സിലാകുന്നു, അവരിത് വാങ്ങിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണോ? അല്ല. ഏതോ ഒരു കമ്പനി അവരുടെ കാശ് മുടക്കി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അവരെനിക്ക് തരുന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്കീം വഴി അവരുടെ നിന്ന് വാങ്ങിക്കുന്നു, ഞാനിത് നാട്ടുകാർക്ക് വിൽക്കുന്നു. അതായത് ഈ പറയുന്ന ഇടയ്ക്കൊന്നും ഈ കമ്മീഷൻ ഇടയ്ക്ക് പരിപാടികളൊന്നുമില്ല, ആടുകളൊന്നുമില്ല. അവർ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ കുറേ ആടുകളുണ്ട്, അതിനപ്പുറം വേറെ സാധനമൊന്നും ഇടതന്നെ ഇല്ല. അപ്പോൾ അവരുണ്ടാക്കിയത് 50 രൂപയ്ക്കാണെങ്കിൽ എനിക്കത് 100 രൂപയ്ക്ക് വിൽക്കാം. അത് ആ വസ്തു അവിടെ അത്രയും ഡിമാൻഡ് ചോദിക്കപ്പെടുന്നൊരു കാലത്താണ് ആ സംഭവം നിൽക്കുന്നതെങ്കിൽ എനിക്കത് 100 രൂപയ്ക്ക് വിൽക്കാം. കമ്പനി അതിനകത്തൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അതെനിക്കിഷ്ടമാണ്. കടക്കാരന് ഇങ്ങനെ വിൽക്കാമായിരുന്നു. പക്ഷേ ഒരു പൊതു രീതി ഉണ്ടല്ലോ, നാട്ടുനടപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെച്ച് 5 കടയ്ക്കകത്ത് വിൽക്കുന്ന വിലയെക്കാട്ടിൽ അവൻ 5 രൂപ കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അതിനെ പരിപാടിയാണെന്ന് ചോദിക്കും. ആൾക്കാർക്കത് വാങ്ങിക്കാതിരിക്കാം അല്ലേ? ഈ കടയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് വില കുറഞ്ഞ് വേറൊരു കടയിൽ പോയി വാങ്ങിക്കാം. അതാണ് ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഗുണം. ഈ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഇത് ഉള്ളൂ, വേറൊരു മനുഷ്യൻ്റെ ഈ പ്രൊഡക്റ്റ് ഇല്ല. അപ്പം നിങ്ങളുടെ ഇത് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. നിങ്ങൾ എത്ര വില ഇടുന്നു അത് വെച്ച് വാങ്ങിക്കണം. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ലെവലിലോട്ട് പോയി ഇനി എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ സേവന പോലത്തെ കമ്പനികളുടെ സീൻ. ഇങ്ങനെ ബാഗിനകത്ത് ഡിക്ഷണറിയും മഞ്ഞപ്പൊടിയും വീട്ടിലോട്ടുള്ള അലക്ക് സാധനങ്ങളുടെ സംഭവങ്ങളും വളയും കുപ്പായും കൂടാരും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ. പണ്ടത്തെ അണ്ണാച്ചിമാർ തുണി വയ്ക്കാമെന്ന കഥയല്ല പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡാണ് പറയുന്നത്. ഞങ്ങൾ MBA പഠിച്ച സ്റ്റുഡൻസാണ്, ഞങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കോട്ടെ, പ്ലീസ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർ. അതാണ് ഈ പറഞ്ഞ ഡയറക്റ്റ് സെല്ലിംഗ്. വീട് വീടാന്തരം കയറി ഇറങ്ങി ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി വഴിയും അതാണ് അവരുടെ ആട്. വേറൊരു ആട് ഒരിടത്തും നിങ്ങൾക്ക് കാണത്തില്ല. സേവനയുടെ മഞ്ഞപ്പൊടിയുടെ ഒരാട് നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അവരൊരാടും കൊടുക്കത്തില്ല. അതാണ് അവരുടെ ലാഭം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് റിക്രൂട്ട്മെൻ്റ് ഒന്നുമില്ല.
ആൾക്കാർ എനിക്ക് ഈ ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് ചേരുന്നു. എനിക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല. ഈ വിൽക്കുന്നവന് യാതൊരു ഗുണം ഇതിനകത്ത് വേറെ ഇല്ല. അവൻ ആ കമ്പനി കൊടുക്കുന്ന സാലറി മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവൻ ഈ പ്രൊഡക്റ്റ് വിറ്റ് കൊടുക്കുന്നു, ആ വിറ്റ് കൊടുക്കുന്നതിന് കമ്മീഷൻ അവന് കിട്ടുന്നു. അല്ലാതെ അവന് ലാഭമോ ഡയറക്റ്റ് സെല്ലിങ്ങോ ഇതിനകത്ത് വേറെ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല. വേറൊരു സംഭവം പറഞ്ഞിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ എന്തെങ്കിലും ഉണ്ട്. നിങ്ങളൊരു കമ്പനിയായിട്ട് ടൈപ്പ് ആവുന്നു. ഞാൻ നിങ്ങളുടെ മഞ്ഞപ്പൊടി വിറ്റ് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മിക്കടി ഞാൻ വിറ്റ് തരാം. ഞാൻ എൻ്റെ സാധനങ്ങൾ വഴി ഇത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ വർത്താനം പറഞ്ഞു, ഇപ്പോൾ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, മറ്റേതേ മറിച്ചതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പിള്ളേരുകൾ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% കുറവ്, 10% കുറവെന്ന് പറയും. മറ്റവൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 50 രൂപയ്ക്ക്. നിങ്ങൾ ഈ പറഞ്ഞ കോഡ് അടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ ഒറിജിനൽ വില ഇട്ടിരിക്കുന്നത് എത്രയാണ്? 100. എന്നിട്ട് അതിന് 15 രൂപ നിങ്ങൾക്ക് കുറച്ച് തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ നിങ്ങൾക്ക് എന്തോ വലിയ ബെറ്ററായിട്ട് കിട്ടിയത് ഇല്ല. ഈ പറയുന്ന പയ്യൻ, ഈ പ്രൊമോട്ട് ചെയ്ത ആളാരാണോ അയാൾക്ക് അതിൻ്റെ കമ്മീഷൻ പോകുന്നുണ്ട്. അതാണ് അതിനകത്തെ ലാഭം. അയാൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇയാൾക്ക് ഈ കമ്പനി അറിയണ്ട, ഒരിടത്ത് ഇയാൾ കാണുന്നില്ല, ഈ പ്രൊഡക്റ്റ് ഇയാൾ കൈകൊണ്ട് തൊടുന്നു പോലുമില്ല. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതും ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന തത്വം തന്നെയാണ്. അപ്പോൾ ഓർത്തോളം അതിന് റിക്രൂട്ട്മെൻറ്റ് ഇല്ല, അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പിരമിഡ് സ്കീമുകളൊന്നും ഇല്ല, അവർക്ക് വേറെ ആളെ ചേർത്താൽ വേറെ കമ്മീഷൻ കിട്ടത്തൊന്നുമില്ല. ആ ഒരാൾ കൊണ്ട് അത് തീർന്നു, ആ ചെയിൻ കഴിഞ്ഞു. ഇനി പിരമിഡ് സ്കീം. എന്തുകൊണ്ട് ഇതിനെ പിരമിഡ് സ്കീം എന്ന് വിളിക്കുന്നു? പിരമിഡ് സ്കീം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ട്രയാങ്കിൾ രീതി പോവാണ്. ഏറ്റവും മുകളിൽ ഒരാൾ, അതിന് താഴെ 2 ആൾ, അതിന് താഴെ 4 ആൾ, പിന്നെ 8 ആൾ, പിന്നെ അങ്ങനെ കയറി പോവാണ് വെച്ചോ. അടുത്തടുത്ത ലെവലിലോട്ട് ഇങ്ങനെ എണ്ണം കൂടി പോകും. ഓരോരുത്തരും 2 പേരെ വെച്ച് ചേർക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും 4 പേരെ വെച്ച് ചേർക്കുന്നു. അതാണ് ആ സ്കീമുകളുടെ രീതി. അപ്പോൾ ഇതിൻ്റെ പൊതുവെയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സാധാരണഗതിയിൽ ഈ മുകളിലുള്ള ആൾ ഏറ്റവും അധികം തുടങ്ങിയ ആൾ, അയാൾ ഈ സ്കീം താഴോട്ട് കൊണ്ടുവരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ലൂറിങ് ആൻഡ് അട്രാക്റ്റീവ്. അവരങ്ങനെ ഇത് അവതരിപ്പിക്കുന്നു. അവരെപ്പോഴും അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ചേർന്ന് കഴിഞ്ഞുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെ എന്ന് പറഞ്ഞത് അവതരിപ്പിക്കുന്നത്. പിരമിഡ് സ്കീമുകളുടെ പൊതുവായ രീതി എന്ന് പറയുന്നത് ഇതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ഉണ്ടായെങ്കിൽ നല്ലത്, കൂടുതൽ വിശ്വാസ്യത കിട്ടും. ഏറ്റവും ട്രയാങ്കിൾ പോലെ ഏറ്റവും മുകളിലുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നു. താഴെയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഒരു വരുമാനം മുകളിലുള്ള ആളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര നെറ്റ്വർക്ക്, എത്ര ലെവൽ കയറി താഴത്തത് ഇങ്ങനെ പടർന്ന് പോകുന്നു, അത്രയേറെ വരുമാനം മുകളിലുള്ള ആൾക്ക് കിട്ടും. ഏറ്റവും ലാഭമുള്ള മുകളിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള ആൾക്കാർക്ക് കിട്ടാതിരിക്കുന്നില്ല, എല്ലാവർക്കും ലാഭം കിട്ടും. അതാണ് പിരമിഡ് സ്കീമിൻ്റെ പ്രത്യേകത. ആൾക്കാർ ജോയിൻ ചെയ്യുമോ? യെസ്, വളരെ കാര്യക്ഷമമായി ജോയിൻ ചെയ്യും. ഇപ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാകുന്നത്? ഏറ്റവും ആദ്യം ജോയിൻ ചെയ്യുന്നതിനൊക്കെ ഗുണമുണ്ടാവും. കാരണം അവർക്ക് ഈ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യാൻ കുറേ കാലം എടുക്കും. അതുവരെ ഇവർക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരിക്കലും ഞാൻ പോലും അറിയാതെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം നിന്ന് പോയാൽ എനിക്ക് തന്നെ. ഇതാണ് പിരമിഡ് സ്കീമുകളുടെ പ്രത്യേകത. ഇനി എന്താണ് മണി ചെയിൻ? മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സിസ്റ്റമാണിത്. ഇത് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു കഴിഞ്ഞ 2-3 നൂറ്റാണ്ടായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവരിലും. എനിവേ അത് പല മെതേഡിലായിരുന്നേ ഉള്ളൂ. കുതിരയെ വെച്ചുണ്ടാക്കുന്നത് മുതൽ കോഴിക്കാട്ടം വെച്ചുണ്ടാക്കുന്ന വരെയുള്ള പല പുറകിലുണ്ട്. പക്ഷേ മണി ചെയിൻ അല്ല, ഈ പറഞ്ഞ പോലെ ഈ ചെയിൻ ഫണ്ട് എന്ന സംഭവം ചെയ്യുന്നതിനകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്രൊഡക്റ്റ് ഇല്ല. നിങ്ങളൊരു പണം കൊടുത്തൊരു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണ്. ആ പണം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ശേഷം നിങ്ങൾ അതിൻ്റെ കീഴിൽ പുതിയ ആൾക്കാരെ ചേർക്കുമ്പോൾ നിങ്ങളുടെ പണത്തിൻ്റെ റിട്ടേണോ അതിൻ്റെ കമ്മീഷനോ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ ആൾക്കാരെ ചേർക്കുന്ന ഓരോ അവരുടെ പ്രൊഡക്റ്റ് ഒന്നും വിൽക്കണമെന്നില്ല, ആ ആൾക്കാരെ ചേർക്കുന്നതിന് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ ഇത് വളർന്ന് ചെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ഫാമിംഗ് ഹിയർ? മണി ഫാം ചെയ്യുന്നതുകൊണ്ട് ഇതൊരു മണി ചെയിൻ എന്നറിയപ്പെടുന്നു. മണി ചെയിൻ ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇനി വേറൊരു സംഭവമുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതാണ് MLM എന്നെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. MLM എന്നാണ് വിളിക്കുന്നത്. ആംബെയുടെയൊക്കെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്നെ വിളിക്കുന്നത്. പല ലെവലുകളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മാറ്റും. പല ലെവലുകളിൽ ഒരു പ്രൊഡക്റ്റ് 50 രൂപയുടെ മഞ്ഞപ്പൊടി തന്നെ പല ലെവലുകളായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവർ നേരിട്ടുള്ള വിൽപ്പനയിൽ നിന്ന് അവർക്കൊരു കമ്മീഷൻ കിട്ടും. അവർക്കൊരു സ്ലോട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കടയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സാധനമുണ്ട്, അതിനൊരു കമ്മീഷൻ കിട്ടും. അതല്ലാതെ ഡൗൺലൈനായിട്ട് പുതിയ ആൾക്കാരെ ചേർത്ത് കൊണ്ടുപോകുമ്പോൾ അവർ ഈ സ്കീമിലേക്ക് റിക്രൂട്ട് ആകും. അതാണ് മൾട്ടി ലെവൽ എന്ന് പറഞ്ഞത്. ആദ്യത്തെ ലെവലിൽ നിന്ന് അവർക്ക് ആ കച്ചവടം കൊണ്ട് മാത്രം പോകാം, അങ്ങനെ പോവില്ല. പകരം മൾട്ടി ലെവലായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, മൾട്ടി ലെവലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. പുതിയ ഡൗൺലൈനുകൾ ഇതിനകത്ത് ചേർത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയും വരുമാനം കിട്ടും. അപ്പോൾ ഡൗൺലൈൻ്റെ ലാഭം എന്തുവാ? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിരമിഡ് സ്കീം പോലെ തന്നെ അവർക്ക് ഇതിനകത്തൊരു കമ്മീഷൻ കൊടുക്കും. ബട്ട് ഇൻ ദിസ് ദർ ഇസ് എ പ്രൊഡക്റ്റ്. അല്ല, ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ കാണാം. ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് അത് എത്രമാത്രം ട്രസ്റ്റ് വർത്തി ആയിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ച് അവരുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ മണി ചെയിൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതായിക്കോട്ടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന സെല്ലിംഗ് പ്രയോറിറ്റികളാണ്, സെല്ലിംഗ് മെത്തേഡുകളാണ്, സ്ട്രാറ്റജികളാണ്. ഇതിലൊന്നും തെറ്റില്ല. നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്കിത് വാങ്ങിക്കണം വേണ്ടതെന്നുള്ളത്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രഡീഷണൽ കട, എനിക്കിപ്പം 50 രൂപയുടെ മഞ്ഞപ്പൊടി, എനിക്ക് അവൻ വിൽക്കുന്ന 50 രൂപയുടെ മഞ്ഞ കളറിലുള്ള കൂടുതലുള്ള മഞ്ഞപ്പൊടി വേണ്ടെന്നേ, ഞാൻ ട്രഡീഷണൽ കടയിൽ പോയിട്ട് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഡബിൾ ഹോഴ്സിൻ്റെ മഞ്ഞപ്പൊടി വാങ്ങിച്ചോളാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഈ സിസ്റ്റം പൊളിഞ്ഞു. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന സിസ്റ്റം പൊളിഞ്ഞു. പിന്നെ ഇവൻ്റെ വായിരിക്കുന്ന വർത്താനം കൊണ്ട് മാത്രമാണ് ഇത് വിൽക്കാൻ.
ഉപഭോക്താവ് ഞാനാണ്. ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സംഭവം ട്രഡീഷണൽ ബിസിനസ്സിന് വാങ്ങിക്കാം. ട്രഡീഷണൽ ബിസിനസ് കിട്ടാത്തൊരു പ്രത്യേകത കൊണ്ടൊരു സാധനം ഇറങ്ങി. അപ്പോൾ കളം മാറി, വ്യത്യാസം വന്നു. എനിക്ക് ഇവൻ്റെ ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവൻ്റെ സ്കീമിൽ അംഗമായിപ്പോയി. ഇതുവരെ ഈ സെല്ലിംഗ് സ്ട്രാറ്റജികളൊക്കെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇതെല്ലാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ അക്സെപ്റ്റഡ് ആയെന്ന് ഞാൻ പറയുവാണ്. കാരണം അതിലൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യപ്പെടുകയും, എങ്ങനെയോ ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യപ്പെടുകയും ആ സെല്ല് ചെയ്യുന്നവർക്കും വാങ്ങിക്കുന്നതിന് ലാഭം ഉണ്ടാകുകയും ചെയ്തുകൊണ്ടാണ് ഇതിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. ആ സ്കീമിലല്ല മണി ചെയിനും ഈ പറഞ്ഞ പിരമിഡ് സ്കീമും വരുന്നത്. അത് ലോകം മുഴുവൻ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ ബാൻ ചെയ്തൊരു വസ്തുവാണ്. അത് മനസ്സിലാകാത്ത പുതിയ പുതിയ ആൾക്കാർ വീണ്ടും ഇത് പെട്ടുപോകുന്നേ ഉള്ളൂ. അത് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ തലമുറ പുതിയൊരു സംഭവത്തിലിട്ട് ഇറങ്ങുന്നു. നിങ്ങളെ ആദ്യമായിട്ട് ഒരാൾ പുതിയ ജോലിക്ക് കയറ്റിയിട്ട് ആദ്യത്തെ ജോലിക്ക് കയറുമ്പോൾ എല്ലാവർക്കും 20,000 രൂപ സാലറി ഉണ്ട്, നിങ്ങൾക്ക് 5,000 രൂപ തരുന്നുള്ളൂ. നിങ്ങൾ അറിയുന്നില്ല മറ്റുള്ളവർക്ക് 20,000 രൂപ ഉണ്ടെന്ന്, അല്ലേ? ഒരു വർഷത്തിലല്ലേ കുറേ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ അറിയുന്നു ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു. നിങ്ങളെന്നെ ചെയ്യാൻ പോകുന്നത്? അവനെതിരെ കേസ് കൊടുക്കുമോ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞ്? ഇല്ല. ബിക്കോസ് യു ആർ എ ഫ്രഷർ. നിങ്ങളൊരു സംഭവത്തിലോട്ട് പുതുതായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. 90% ഹൈ എന്ന് വേണം പറയാം. മാർക്കറ്റ് അറിയാതെ നിങ്ങളുടെ സ്ഥലത്തോട്ട് ഇന്ന് ഇറങ്ങുന്നു, സ്വാഭാവികമായിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാം. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് ഇത്തരം പിരമിഡ് സ്കീമുകളായ മണി ചെയിൻ സെറ്റപ്പുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോൺസി സ്കീമുകളായിക്കോട്ടെ. പോൺസി സ്കീം എന്ന് അതിനെ വിളിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഈ ഇത്തരം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വിളിക്കുന്ന പോൺസി എന്നാണ്. എന്തൊരു അയാളുടെ പേര് ഞാൻ മറന്നു. ഒരു പോൺസി എന്ന് പറഞ്ഞ ആളാണ് ഈ സംഭവത്തിന് പുറകിൽ ഇത് ആദ്യം കണ്ടുപിടിക്കുന്നത്, ഈ ഒരു സ്കീമിൻ്റെ സ്റ്റൈല്. ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ അറ്റ് ദാറ്റ് ടൈം. എനിവേ, ഇത് പറഞ്ഞു പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിട്ടിക്കൊണ്ടിരുന്ന ആടുകളും നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകളും അതെപ്പോഴും അങ്ങനെ പെരുമഴകളുടെ ഓഫറുകളുടെ പെരുമഴയാണ്. നിങ്ങൾക്ക് വാഗ്ദാനങ്ങളിങ്ങനെ വാഗ്ദോരണികളായി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാണുന്ന ആൾക്കാർ മുഴുവൻ നേട്ടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അത് ഒന്ന് ചിന്തിച്ചാൽ മതി. വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ ആർത്തി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇത്തരം സാധനങ്ങൾക്കകത്ത് പോയി പെടുന്നത് മാത്രം ഓർത്താൽ മതി. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്ന ഒരു തെറ്റുമില്ല, നോ പ്രോബ്ലം. നിങ്ങളതിനൊരു ലാഭം എടുക്കുന്നു, നോ പ്രോബ്ലം. പക്ഷേ വെറുതെ ഇരുന്ന് വേറുള്ളവൻ ചെയ്യുന്നതിനെല്ലാം എനിക്ക് പൈസ കിട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആർത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ള വിശപ്പ് കത്തി, അത്രേ ഉള്ളൂ. അത് നിങ്ങളെ അപകടത്തിൽ ചാടിക്കുവരുന്നുള്ള കാലക്രമേണ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇത്രേ പറയാനുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.